പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ സ്നേഹത്തിനായി, കരുതലിനായി, നീ സൗജന്യമായി ഞങ്ങൾക്ക് നൽകിയ നീതീകരണത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ക്രൂശിൽ നീ നിവർത്തിച്ച നീതിയെ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി കൈ കണക്കിട്ടതിരിക്കായി സ്തോത്രം ചെയ്യുന്നു. അത് കർത്താവ് നിന്റെ കൃപയാൽ നീ ഞങ്ങളെ താങ്ങുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് വചനം പറയുവാൻ കൃപ നൽകിയതുപോലെ ഞങ്ങൾ കർത്താവ് ഗർഭം മുതൽ നിന്നാൽ വഹിക്കപ്പെട്ടവരായിരിക്കാൻ ഈ പരിജ്ഞാനം ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് കർത്താവ് തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വാർദ്ധക്യം വരേക്കും നീ അനന്യൻ, മാറ്റമില്ലാത്തവനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കൂട്ടിവരുത്തിയ ജനത്തിനായി സ്തോത്രം. തിരുവഴുത്തല ധ്യാനിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോയിടങ്ങളിലും ഇനി കർത്താവ് യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പ്രായശ്ചിത്ത രക്തം കൊണ്ട് അവരുടെ ബുദ്ധിമണ്ഡലത്തെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, പരിസരങ്ങളെ നിൻ്റെ നാമത്തിൽ നിൻ്റെ പ്രായശ്ചിത്തം ഏതുമായിട്ട് ഞങ്ങൾ സാങ്ക്ടിഫൈ ചെയ്യുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് 33ാമത്തെ ദിവസമാണ്. ഈ ക്ലാസ് സബ്ജക്റ്റുമായിട്ട് നമ്മൾ ഇന്ന് കൂടി വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വലിയ കൃപയാൽ റോമാലേഖനത്തെ ആസ്പദമാക്കി ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ, പെന്തിക്കോസ് വിശ്വാസത്തിൻ്റെ അല്ല, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്നാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ 32 ക്ലാസ്സുകളിൽ കൂടെ വിവിധമായ കാര്യങ്ങൾ നാം ചിന്തിച്ചു, ആഴങ്ങളാണ് ചിന്തിച്ചു. വിശേഷാൽ ഇവിടെയാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ തന്നെ പല കുത്തഴിഞ്ഞ രീതിയിൽ കിടക്കുന്നത്. അതിൻ്റെ അത്ര ആഴത്തിലേക്ക് ഇറങ്ങിയില്ല. എങ്കിൽ തന്നെയും അത്യാവശ്യം നമ്മുടെ കറക്ഷൻസിന് ആവശ്യമുള്ളത്, എവിടെയെങ്കിലും നമുക്ക് സ്ലിപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയും നമുക്ക് പരിജ്ഞാന കുറവുണ്ടെങ്കിൽ, ഇതിനൊക്കെയും ക്രമീകരിക്കാൻ ആവശ്യമായിട്ടുള്ള വചനങ്ങളൊക്കെയും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി, ചിന്തിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മളായിരിക്കുന്നത് ഇത്തരം വിശ്വാസത്തെ, അതായത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടവർ ദൈവസഭയിലെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്ന വിഷയമാണ് നമ്മളൊരു 3-4 ക്ലാസ്സുകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. 12-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങി പറയുകയാണ്, സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് എന്ന് പറഞ്ഞാൽ 11-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നത് സകലതും, അതായത് നാം എല്ലാം തന്നെ അവരിൽ നിന്നാണ്. സ്തോത്രം. ഇത് വളരെ മനസ്സിലാക്കിയെടുക്കുക. ഞാൻ അവനിൽ നിന്നാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്, അവനാലാണ് ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത്. അതുമാത്രമല്ല, അവങ്കിലേക്കായിട്ടാണ് ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത്. ഈ ഒരു പരിജ്ഞാനം നമ്മളെ ഭരിച്ചാൽ, ഈ ഒരു പരിജ്ഞാനം നമ്മളെ എപ്പോഴും ഭരിച്ചാൽ, പിന്നെ ക്രിസ്തുവിലുള്ള മാർഗത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്ന അവനാലാണ്. ഞാൻ കഷ്ടങ്ങളിലായിട്ട്, പ്രതികൂല സാഹചര്യത്തിലായിക്കോട്ടെ, ഞാൻ അവനാലായിരിക്കുന്നത്. അവങ്കിൽ നിന്നാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി ഞാൻ അവങ്കിലേക്ക് പോകേണ്ടവനാണ്. ഇതിൽ നിന്നും മാറ്റം ദൈവത്തിനില്ല. അപ്പോൾ ഏതൊരവസ്ഥയിലും, എൻ്റെ കഷ്ടത്തിലായിക്കോട്ടെ, ദാരിദ്ര്യത്തിലെ പ്രയാസത്തിലായിട്ട്, നിന്നയിലായിക്കോട്ടെ, ഏതൊരവസ്ഥയിലും ഞാൻ അവനാലാണ്, ഞാൻ അവങ്കിലേക്കുള്ള യാത്രയിലാണ് എന്നല്ലവണ്ണം. എന്നിട്ട് പറയാണ്, ഈ ഒരു മനസ്സരിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കുക. എന്നിട്ട് പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ. ഇന്ന് നമുക്ക് കുറച്ചൊരു കാര്യം, ഈ ലോകത്തിന് അനുരൂപമായിക്കൊണ്ട് ക്രിസ്തീയ ഗോളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നല്ലൊരു ശതമാനം അന്ധകാരത്തിൽ, അന്ധതമസിൽ അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിൽ ഇരുന്നു കൊണ്ട് ആചരിക്കുന്ന ചില ഉത്സവങ്ങളാണല്ലോ ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതാണ് ഈ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് കൊണ്ട്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ഇതില്ലായിരുന്നു. 3-ാം നൂറ്റാണ്ട് വരെ ഇതിനെക്കുറിച്ച് ഒരു ചിന്ത പോലില്ലായിരുന്നു. എന്നാൽ ഏകദേശം 5-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെയൊക്കെ ആരംഭം ഉണ്ടായത്. അപ്പോൾ ആ 5-ാം നൂറ്റാണ്ടിൻ്റെ കാലഗതിക്കനുസരിച്ച് കൊണ്ട് ദൈവസഭ തന്നെ മാറിപ്പോയി. 1-ാം നൂറ്റാണ്ടിൽ ഈ കാലഗതി ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് കാലഗതി എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. ലോകം പോകുന്ന വഴിക്ക് ദൈവസഭ പോകരുതെന്ന്, ലോകം പോകുന്ന വഴിക്ക് ക്രിസ്തുവിൽ ജനിച്ചവർ പോകരുതെന്ന്. ഇതിനൊക്കെ നാം പറഞ്ഞു. നമുക്ക് ശരീരത്തിൽ പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാത്തിൻ്റെ പ്രവൃത്തി ഒന്നല്ല താനും. എന്നാൽ പലരായി നാം എല്ലാവരും കൂടിയാണ് ഒരു ശരീരം, ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു. അപ്പോൾ ക്രിസ്തുവിൽ ഒരു അവയവമായിരിക്കുന്ന വ്യക്തിക്ക് തന്നെത്താൻ
തൻ്റെ വേലി കാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഹവ്വ തൻ്റെ വേലി കാത്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇതേപോലെ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ചുകൊണ്ട് പല ചിന്താഗതികളും കടന്നു വന്ന് ഇവരൊക്കെ ചെയ്യുന്നത് തെറ്റാണോ, അവർ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് എന്നുള്ളൊക്കെ ചിന്താഗതി കടന്നു വന്ന് പതുക്കെ വേണമെങ്കിൽ വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ദിവസം വേണമെങ്കിൽ കഞ്ഞിയും പയറും മാത്രമാക്കാം. ഞാൻ അതൊന്നും ആചരിക്കുന്നില്ല, ഗുഡ് ഫ്രൈഡേ ആക്കുന്നത് ഞാൻ തന്നെ കർത്താവിനോട് സ്നേഹത്തെ ഞാൻ കഞ്ഞിയും പയറും മാത്രമാക്കാണ്. അടുത്ത ഗുഡ് ഫ്രൈഡേ വരുമ്പോൾ നീ അടുത്ത സ്റ്റെപ്പ് ചെയ്യും. അതിൻ്റെ അടുത്ത ഗുഡ് ഫ്രൈഡേ വരുമ്പോൾ നീ ഒരു പക്ഷെ വേണമെങ്കിൽ പള്ളിയിൽ അപ്പം തിന്നാൻ പോവും. അതുകൊണ്ട് ദൈവദാസന്മാരായിരുന്നവർ 1-ാം നൂറ്റാണ്ടിലൊക്കെ ഇതുപോലെ ഈ കാലത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് കൊണ്ടുള്ള ഒഴുക്കുകൾ വന്നിരുന്നു. ജുഡായിസത്തിൽ നല്ല ശക്തമായ ഒഴുക്ക് വന്നിരുന്നു. അനനിയാസും സഫറയും കൂടെ നല്ലൊരു ഒഴുക്ക് വന്നപ്പോഴാണ് പത്രോസ് അതിനെ ഛേദിച്ച് കളഞ്ഞത്. അപ്പോൾ അവിടേക്ക് ദൈവദാസന്മാര് ശക്തിയോടുകൂടെ എഴുന്നേറ്റ് അത്തരം ഒഴുക്കുകളെ ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ചുള്ള ഒഴുക്ക് ദൈവസഭയിലേക്ക് കടന്നു വന്നപ്പോൾ അത് ശക്തമായിട്ട് ഖണ്ഡിച്ചു കൊണ്ടിരുന്നു. ഇതുപോലെ വന്നൊരു ഒഴുക്കാണ് ജാനുസ് ദേവന്റെ ഉത്സവം ആചരിക്കുന്ന ജനുവരി 1 ആണ്ടർതി രോഗം. ആണ്ടർതി രോഗം തന്നെയാണത്. പിൽക്കാലത്തേക്ക് ജാനുസ് ദേവന് 2 മുഖം. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് പുറകോട്ട് നോക്കുന്ന, ഒന്ന് മുന്നോട്ട് നോക്കുന്നത്. നിങ്ങൾ സാക്ഷ്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. കഴിഞ്ഞ ആണ്ട് ഞങ്ങൾക്ക് കുടുംബമായിട്ടാണ് സാക്ഷ്യം വരുന്നത്. കഴിഞ്ഞ ആണ്ടുകൾക്ക് കർത്താവ് ഞങ്ങൾക്ക് നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു. പല കാര്യങ്ങളും കർത്താവിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു, എന്നാൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചില്ല. ഇനി മുന്നോട്ട് നോക്കിയൊരു സാക്ഷ്യം. വരുന്ന കാലങ്ങളിൽ ഞങ്ങൾക്ക് കർത്താവിന് വേണ്ടി സാക്ഷ്യമായി നിൽക്കാൻ സഭയെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജാനൂസ് ദേവൻ. എന്നാൽ പിന്നെ ഒരു പാത കഴുകൽ ശുശ്രൂഷയും പേര് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അഞ്ഞ് ചിലർ കർത്തൃമേശ ആചരിക്കുന്നവരുണ്ട്. രാത്രി 12 മണിക്ക് തന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ബെല്ലടിച്ചിട്ട് കർത്തൃമേശ ആചരിക്കണം. ഇതൊക്കെ എവിടുന്ന? ഇതാണ് ഈ ലോകത്തിന്റെ കാലഗതിക്ക് വന്ന ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് പോകാതെ നന്മയും പൂർണ്ണതയും ദൈവത്തിന്റെ പ്രസാദമുള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനാണ് ഞങ്ങളെപ്പോലുള്ളവര് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാർ ശക്തമായിട്ട് എഴുന്നേറ്റ് നിന്ന് ഇത്തരം കണ്ണുകളെ ഖണ്ഡിച്ച് ചോപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ജനറേഷൻ ബിലീവേഴ്സും സെക്കൻഡ് ജനറേഷൻ ബിലീവേഴ്സിന്റെ കാലഘട്ടത്തിലൊക്കെ കർത്താവിന്റെ ശരീരം വന്ന സഭ ഡിഫൈലാകാതെ കാത്തുകൊണ്ടിരുന്നു. ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നു. വലിയ തീവ്രമായ ഉപദ്രവങ്ങളാണ് സ്മൃത സഭയുടെ കാലഘട്ടത്തിൽ ഉണ്ടായത്. അത് കഴിഞ്ഞപ്പോൾ സൈറ്റാൻ ആ ട്രിക്ക് ഒന്ന് മാറ്റി ലോകത്തിലേക്ക് അനുഗ്രഹങ്ങളിലേക്ക് നിരപ്പിക്കാൻ കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലുള്ള ഒരു ഡീവിയേഷൻ, ഈ ലോകത്തിന്റെ കാലഗതിക്ക് വന്ന ഒരു ഡീവിയേഷൻ ആണ് ഈ ഗുഡ് ഫ്രൈഡേ ഈസ്റ്ററും. ഞാൻ അല്പമായിട്ട് ചിന്തിക്കുന്നുള്ളൂ. ഇത് ഞാൻ മിക്കവാറും എല്ലാ വർഷവും ഇത് കേൾക്കുന്ന മിക്കവാറും ഇപ്പൊ ലൈവായിട്ട് കേൾക്കുന്ന മിക്കവാർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു സബ്ജക്റ്റാണ്. എന്നാൽ ഓൺലൈനിൽ പലരും കേൾക്കുന്നുണ്ട്, യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് കേൾക്കുന്നുണ്ട്. അവർക്കും കൂടിയായിട്ട് ഞാൻ പറയുകയാണ്, നമുക്ക് 2 വിധത്തിൽ ഇതിനെ പ്രൂവ് ചെയ്യാം. ഒന്ന് സിമ്പിൾ അരിതമാറ്റിക്, സിമ്പിൾ ഒരു കാൽക്കുലേഷൻ വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യാം. മറ്റൊന്ന് ദൈവവചനത്തിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചുകൊണ്ടും നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. ഇതൊരു ഫ്രൈഡേ ആയിരുന്നോ, അല്ലെങ്കിൽ ഒരു ഗുഡ് വെഡ്നസ്ഡേ ആണോ, ഈസ്റ്റർ സൺഡേ ആണോ, അല്ലെങ്കിൽ ഈസ്റ്റർ സാറ്റർഡേ ആണോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിനെ ഒരു സിമ്പിൾ അരിതമാറ്റിക്സ് ആയിട്ട് ചിന്തിക്കാൻ വേണ്ടി എല്ലാവരും വചനം എടുക്കാം. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം. മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 40. മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 40. യഹൂദന്മാര് കർത്താവിനോട് അടയാളം ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. 39 കൂടി ഞാൻ വായിക്കാം. 38 കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് സാഹചര്യം മനസ്സിലാവും. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുമ്പോൾ ഞങ്ങൾ ഇച്ഛിക്കുന്നു. ഇന്നും യഹൂദന്മാര് ഇപ്പോൾ ഈ ഗസവാർ നടക്കുന്നുണ്ടല്ലോ, അവര് അടയാളങ്ങൾ പറയാണ്. ജ്യൂസിന്റെ ചാനലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഞങ്ങൾ അടയാളം കണ്ടു. യഹോവ ഞങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിച്ചു, അടയാളം ചെയ്തു. ഇന്നും അവിടെ നേച്ചർ മാറിയിട്ടില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, യേശുക്രിസ്തു വന്നു, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, തന്റെ അപ്പസ്തോലന്മാരും കൂടി വീര്യപ്രവർത്തി നടന്നു. ഇത്രയും കാലഘട്ടങ്ങൾ പോയിട്ടും അവിടെ നേച്ചറിന് മാറ്റം വന്നിട്ടില്ല. ഇന്നും അവർ അടയാളങ്ങൾ നോക്കുന്ന സ്വഭാവം കൊണ്ട് ഞാൻ പറയാണ്,
ദോഷം വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. ആരാ പറഞ്ഞേ? യേശു ക്രിസ്തുവിനെ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഞാനോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ കൊണ്ടുവന്ന കാര്യമെന്നല്ല. എന്നിട്ട് പറയുകയാണ്, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. മലയാളത്തിലാകുമ്പോൾ 3 രാവാണ് ആദ്യം വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ ഫോർ ആസ് ജോന വാസ് 3 days and 3 nights എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ട്രാൻസ്ലേഷൻ നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ വരുമ്പോൾ രാത്രിയാണ് ആദ്യം വരുന്നത്. അപ്പോൾ 3 രാവ് ഒരു സിമ്പിൾ അരിത്തമെറ്റിക്സ് അനുസരിച്ച് ഞാൻ പ്രൂവ് ചെയ്യാണ്. ജ്യൂസിന് നമ്മൾ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രിഗോറിയൻ 13ാമൻ്റെ കലണ്ടറാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കലണ്ടറിനെ അക്സെപ്റ്റ് ചെയ്ത രാജ്യങ്ങളൊക്കെയും സൺഡേ, മൂൺഡേ, ട്യൂസ്ഡേ, വെഡ്നസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്ന് പറയുന്നത് പോലെ അവർക്ക് ദിവസങ്ങൾക്ക് പേരില്ല. ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്, സെക്കൻഡ് ഡേ ഓഫ് ദ വീക്ക്, തേർഡ് ഡേ ഓഫ് ദ വീക്ക്, ഫോർത്ത് ഡേ ഓഫ് ദ വീക്ക്, ഫിഫ്ത്ത് ഡേ ഓഫ് ദ വീക്ക്, സിക്സ്ത് ഡേ ഓഫ് ദ വീക്ക് ആൻഡ് സെവൻത്ത് ഡേക്ക് മാത്രം ശബോത്ത്. ശബത്ത് എന്ന് പറഞ്ഞാൽ റെസ്റ്റ്. അവിടെ ഇന്നും അവർ തന്നെയാണ്. നല്ല യഹൂദന്മാർ സൺഡേ മൂൺഡേ എന്ന് പറയില്ല, ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. അപ്പോൾ മഗ്ദലേക്കാരി മറിയ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. നമ്മൾക്ക് വേണമെങ്കിൽ മാർക്കിന് സുവിശേഷം എടുത്തോളൂ. മാർക്ക് 16-ാം അധ്യായം ലാസ്റ്റ് വേഴ്സ് 2. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്ക് ചെന്നു. ഈ വാക്യം നമ്മൾ വേറെ കൂടി ചിന്തിക്കും. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 2. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. അപ്പോൾ ഓൾറെഡി അവിടെ ഇല്ലായിരുന്നു, നമ്മൾ പിന്നീട് ചിന്തിക്കും. അപ്പോൾ ഇവർ കാണുന്നത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്ന് പറയുന്നത് ശബത്തിന് ശേഷം വരുന്ന ദിവസമാണ്. നമ്മൾ അതിനെ സൺഡേ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊന്ന് ബാക്കിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 3 days-ഉം 3 nights-ഉം 3 days-ഉം എന്ന് പറയുമ്പോൾ ഒരു നൈറ്റ് 12 hours. വർഷത്തിൽ ദിവസങ്ങൾക്ക് മാറ്റങ്ങളുള്ളതായിട്ടുള്ള പല കലണ്ടറുകളുണ്ട്. ആദ്യകാലങ്ങളിൽ നമ്മുടെ സോളാർ സിസ്റ്റം അനുസരിച്ച് കൊണ്ടുള്ള കലണ്ടർ ആയിരുന്ന സമയത്ത് 300 days ആയിരുന്നു. അപ്പൊ ഈ കത്തോലിക്കിന്റെ പെരുന്നാളുകളൊക്കെ മാറി മാറി വരുമായിരുന്നു. ചില പെരുന്നാളുകൾ സമ്മറിൽ അല്ലെങ്കിൽ വിന്ററിലുള്ള വിന്റർ ഉത്സവങ്ങളൊക്കെ ഇതുപോലെ ക്രിസ്മസും മറ്റു കാര്യങ്ങളാക്കി വരുമ്പോൾ ചിലപ്പോൾ സമ്മറിൽ പോകുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ തലയ്ക്കകത്ത് ഈ കാൽക്കുലേഷൻ ശരിയാകില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഗ്രിഗോറിയൻ 13ാമൻ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കലണ്ടർ ഉണ്ടാക്കിയത് 365 കാല ദിവസമാക്കിയുള്ള കലണ്ടർ ഉണ്ടാക്കിയത്. പക്ഷേ ഡേയ്സ് 24 hours കവർ ചെയ്യുന്നതാണ്. അതിൽ 2 hours രാത്രിയും 12 hours രാത്രിയും 12 hours പകലും. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത്, യോനയുടെ അടയാളം പറഞ്ഞത്, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ. നമുക്ക് വീണ്ടും അവിടേക്ക് തന്നെ പോകാം. മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 40. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ. ഇത് നിങ്ങൾ മൈൻഡ് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പിക്ചറിലേക്ക് ഒന്ന് പോകാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ സഹോദരിമാര് കല്ലറയൊക്കെ വാദിച്ചില്ലാണ്. അപ്പോൾ ഓൾറെഡി കല്ലറ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സൺഡേ ആണെങ്കിൽ ബാക്കിലോട്ടൊന്ന് കാൽക്കുലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ സാറ്റർഡേയുടെ ഒരു രാത്രിയും ഒരു പകലും കൂടെ ഒരു ദിവസം, ഫ്രൈഡേയുടെ ഒരു രാത്രിയും പകലും കൂടി നോക്കുകയാണെങ്കിൽ മറ്റൊരു ദിവസം, വെഡ്നസ്ഡേ രാത്രിയും ഒരു പകലും തേഴ്സ്ഡേ ഡേയും കൂടെ കൂട്ടുകയാണെങ്കിൽ ഒരു ദിവസം. അപ്പോൾ വെഡ്നസ്ഡേയുടെ ഈവനിങ് ആവണം. നമ്മൾ സിമ്പിൾ അരിതമാറ്റിക്സ് കണക്കൂട്ടി നിങ്ങൾക്ക് വൈറ്റും ഡാർക്കും കൂടെ കണക്കൂട്ടുകയാണെങ്കിൽ ഒന്ന് നോക്കിയ സൺഡേ, അതായത് ഫസ്റ്റ് ഏർലി ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് എന്ന് പറയുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വരുന്നത് സാറ്റർഡേയുടെ നൈറ്റ് ആണ്. പിന്നെ വരുന്നത് ഫ്രൈഡേയുടെ ഡേ, സാറ്റർഡേയുടെ ഡേ ആണ് വരുന്നത്. പിന്നെ വരുന്നത് ഫ്രൈഡേയുടെ നൈറ്റ്.
പിന്നെ ഫ്രൈഡേയുടെ ഡേ, തേഴ്സ്ഡേ നൈറ്റ്, തേഴ്സ്ഡേ ഡേ, വെഡ്നെസ്ഡേ നൈറ്റ്. അങ്ങനെയാണെങ്കിൽ വെഡ്നെസ്ഡേ ഈവനിങ്ങിനായിരിക്കണം യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ഇത് സിമ്പിൾ അരിതമാറ്റിക്സ്, സിമ്പിൾ കാൽക്കുലേഷൻ മാത്രം. ഇവിടെ വചനമൊന്നുമില്ല, ഒറ്റ വചനമേ പറഞ്ഞോളൂ. യോന കടലാനയുടെ വയറ്റിൽ 3 രാവ് 3 പകലും ഇരുന്നത് പോലെ. യോന യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിരുന്നു എന്ന് ഇനി പഠിപ്പിക്കേണ്ട കാര്യമില്ല. യേശു ക്രിസ്തു തന്നെയാണ് പറഞ്ഞത്. 3 രാവ് 3 പകലും ഭൂമിക്കുള്ളിലിരിക്കും. ഇനി പിന്നെ എവിടുന്നാ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ വന്നത്? ഇനി അതിനെ ഒന്നും കൂടി ഉറപ്പിക്കണമെങ്കിൽ, ടൈം ഉറപ്പിക്കണമെങ്കിൽ ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം എടുക്കുക. ഡ്യൂട്രോണമി ചാപ്റ്റർ 16 വേഴ്സ് 6. ചാപ്റ്റർ 16 വേഴ്സ് 6. നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം. ശ്രദ്ധിക്കണം, നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം സന്ധ്യാസമയത്ത് നീ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നേരത്തു തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ പെസഹ അറുക്കണം. പെസഹ കൃത്യമായിട്ട് ചട്ടമായിട്ട് തലമുറയായിട്ട് ആചരിക്കാൻ കൊടുത്തിരുന്നതാണ് പെസഹ, പാസ്ഓവർ. അത് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് സന്ധ്യാസമയത്ത് നീ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നേരത്തു തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ പെസഹ അറുക്കണം. പിന്നെ എവിടുന്ന ചിലർക്ക് 12 മണി വന്നത്, ചിലർക്ക് 3 മണി വന്നത്? ഒരു രാജ്യത്തിന് പോലും സൂര്യൻ 3 മണിക്ക് അസ്തമിക്കുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. യോശുവയുടെ കാലത്ത് യുദ്ധം ചെയ്യുന്ന സമയത്ത് സൂര്യൻ അയ്യോല് നിർത്തിയിട്ടുണ്ട്. ആ ഒരു സംഭവം അല്ലാതെ ഹിസ്റ്ററിയിൽ വേറെ എവിടെയും തന്നെ സൂര്യൻ 3 മണിക്ക് അസ്തമിക്കുന്നത് കണ്ടിട്ടില്ല. സന്ധ്യാസമയത്തെന്ന് പറഞ്ഞിട്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ. നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ പെന്തക്കോസ്തിനകത്ത് 99% വേറെ രീതിയിലാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. പക്ഷെ ദൈവവചനം പറയുന്നത് സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പിക്ചറിലേക്ക് ഒന്നും കൂടെ പോകാം. സ്തോത്രം. ഇനി അയക്കുന്ന മുമ്പായിട്ട് മാർക്കോസിന്റെ സുവിശേഷം ഒന്നുകൂടെ എടുക്കുക. മാർക്ക് ചാപ്റ്റർ 16, ലാസ്റ്റ് ചാപ്റ്റർ, വേഴ്സ് 9 എന്ന് എടുക്കുക. മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 9. അവൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ എന്ന് പറയുമ്പോൾ നമുക്കാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് 00 അവേഴ്സിലാണ്, അല്ലെങ്കിൽ മിഡ് നൈറ്റിലാണ്. ജൂസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ മിസ്രൈം ദേശത്ത് വെച്ച് പെസഹ ആചരിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടപ്പോഴാണ്. അതായത് സൂര്യൻ അസ്തമിക്കുമ്പോൾ. അപ്പൊ പെസഹ ആചരിക്കേണ്ട സമയം ഡ്യൂട്രോണമി ചാപ്റ്റർ 16 വേഴ്സ് 6 വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ പെസഹ ആചരിക്കണം. അപ്പോൾ ആഴ്ചവട്ടത്തിന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോഴാണ്. അപ്പൊ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാള്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് എന്ന് പറയുന്നത് സാറ്റർഡേ ഈവനിങ് സൂര്യൻ അസ്തമിക്കുമ്പോൾ തുടങ്ങി സൺഡേ ഈവനിങ് സൂര്യൻ അസ്തമിക്കുമ്പോൾ വരെയാണ്. വീണ്ടും പറയുന്നു, ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് എന്ന് പറയുന്നത് സാറ്റർഡേ ഈവനിങ്ങില് സൂര്യൻ അസ്തമിക്കുമ്പോൾ തുടങ്ങി സൺഡേ ഈവനിങ് സൂര്യൻ അസ്തമിക്കുമ്പോൾ. അതാണ് ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. ദെൻ സെക്കൻഡ് ഡേ ഓഫ് ദ വീക്ക്, തേർഡ് ഡേ ഓഫ് ദ വീക്ക്, ലാസ്റ്റ് വന്നിട്ട് 7th ഡേക്ക് പറയുന്നതാണ് ശബോത്ത്. ഇതിനെ പല പല കാലിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവവചനത്തെയാണ് നമ്മൾ അടിസ്ഥാനമാക്കുന്നതെങ്കിൽ മറ്റുള്ളതെല്ലാം വ്യാജമാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് ദൈവവചനത്തെ മാറ്റിക്കൊണ്ട് അയ്യോ ഞാനങ്ങനെ പറഞ്ഞപ്പോൾ ഇത്ര കാര്യമായിട്ട് ചിന്തിച്ചില്ല എന്ന് കർത്താവ് പറയുന്നവനല്ല. ആകാശം ഭൂമി ഒടിഞ്ഞു പോയാലും എൻ്റെ വചനം മാറുകയില്ല എന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാലം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വീണ്ടും പിക്ചറിലേക്ക് ഒന്നുകൂടെ പോകാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്ന് പറയുമ്പോൾ സാറ്റർഡേ ഈവനിങ് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്. അപ്പോൾ അതിക്ക് തൊട്ട് മുമ്പ് വരുന്ന 12 hours പറയുന്നത് സാറ്റർഡേയുടെ ഡേ ടൈം. അതിക്ക് മുമ്പ് വരുന്നത് ഫ്രൈഡേയുടെ നൈറ്റ്, then Friday day, Thursday night, then Thursday day, then Wednesday night. So arithmetically we can simply say it is not Good Friday, it is Good Wednesday.
എന്നാൽ മാത്രമേ യേശു ക്രിസ്തുവിനെ പറഞ്ഞിരിക്കുന്ന യോനയുടെ സാദൃശ്യം ഉപമ വ്യക്തമാകുകയുള്ളൂ. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളിൽ 3 രാവും 3 പകലും ഇരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചിന്തിച്ച് കണ്ടുപിടിക്കുക. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മലയാളത്തിൽ പറയും ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമയാവുമത് എന്ന് പറഞ്ഞാൽ ഒന്നിനോടൊന്നൊരു സാദൃശ്യം പറയണമെങ്കിൽ, ഒരു ഉപമയായിട്ട് പറയണമെങ്കിൽ അതിൽ 2 സൈഡും ഈക്വൽ ആയിരിക്കണം. ഒന്ന് ടൈപ്പും ഒന്ന് ആന്റി ടൈപ്പും ആയിരിക്കണം. അപ്പൊ യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഭൂമിക്കുള്ളിൽ മരിച്ചിരുന്നോ ജീവിച്ചിരുന്നോ? യേശു ക്രിസ്തു കല്ലറയ്ക്കുള്ളിൽ മരിച്ചിട്ടാണോ അടക്കം ചെയ്തത്, അല്ലെങ്കിൽ ജീവനോടെ കൊണ്ടേ വെച്ചതാണോ? ഇങ്ങനെ പല പല വ്യാജ ഉപദേശങ്ങളൊക്കെ യേശു ക്രിസ്തുവിന്റെ ഡിവിനിറ്റിക്കെതിരെ ഉയർത്തെഴുന്നേൽപ്പിനവരൊക്കെ ലോകത്തിലുണ്ട്. ഇതൊക്കെ കാലഗതിക്ക് അനുസരിച്ച് കൊണ്ട് സഭയ്ക്ക് അത് വരാതിരിക്കാനോ ആരുടെയും ചിന്താമണ്ഡലത്തിൽ കടന്നു വന്നാൽ തന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്യാനാണ് പറയുന്നത്. യേശു ക്രിസ്തു കല്ലറയ്ക്കുള്ളിൽ മരിച്ചിട്ടാണ് അടക്കം ചെയ്തെന്നുള്ള വ്യക്തമായിട്ട് അറിയാം. അനേക വാക്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഉപമയാകണമെങ്കിൽ യോന കടലാനയുടെ ഉള്ളിൽ മരിച്ചിരുന്നോ ജീവിച്ചിരുന്നോ? സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. ഞാൻ അനേക ചർച്ചകൾ പല പാസ്റ്റർമാർക്കും ക്ലാസ് എടുക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആരും പ്രോപ്പറായിട്ടൊരു ആൻസർ പറഞ്ഞിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, മലയാളത്തിൽ പറയും, എൻ്റെ ഇംഗ്ലീഷ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമയാവും അത്. അത് ഒന്നിനോടൊന്ന് സാദൃശ്യം പറഞ്ഞാൽ നമ്മൾ പഠിച്ചൊരു വാക്യം, അതായത് Isaiah 46 ചാപ്റ്റർ 46 വേഴ്സ് 4-5 നമ്മൾ പറഞ്ഞു, തമ്മിൽ എന്നോട് ഒത്തുവരത്തക്കവണ്ണം ആരാ, എന്നോട് ഉപമിക്കത്തക്കവണ്ണം ആരാ ഉള്ളത്, എന്നോട് സാദൃശ്യം പറയാൻ തക്കവണ്ണം ആരാ ഉള്ളത്? പലരും ഈ കർത്താവിൻ്റെ ട്രിനിറ്റിയെ കുറിച്ചുകൊണ്ടോ കർത്താവിനെ കുറിച്ചുകൊണ്ട് പല പല ഉപമകളും പല പല സാദൃശ്യങ്ങളും പറയും. ദൈവം പറയുന്നത് തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നോട് സദൃശ്യമാക്കാൻ ആരാ ഉള്ളത്? ഇതൊക്കെ ഗ്രേറ്റ് സിന്നാണ്. പല ട്രയാങ്കിൾ വരച്ച് കാണിക്കും, പലതും പല രീതിയിൽ പറയും, പല പല ഉപമകളെ പറയും. എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്നോട് സദൃശ്യൻ ആരുമില്ല. നിങ്ങൾ ഏതിനോട് എന്നെ ഉപമിക്കും? അതിന് നേരെ റിവേഴ്സായിട്ട് കർത്താവ് ഉപമയെ പറയുന്നത് യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 3 രാവ്. ഫസ്റ്റ് വരുന്ന രാവാണ്, അതായത് സന്ധ്യയ്ക്ക് പെസഹ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന രാത്രിയാണ്. സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ എന്താണ്? രാത്രി. അതാണ് മലയാളം ട്രാൻസ്ലേഷൻ കറക്റ്റാണെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ വരുന്ന ഡേ. അപ്പോൾ സിമ്പിൾ അരിത്തമെറ്റിക് കാൽക്കുലേഷൻ കൊണ്ട് 1 + 1 + 1 = 2 എന്ന് അരിത്തമെറ്റിക് സിമ്പിൾ ഫോർമുല നാം ഇന്റർനാഷണലായിട്ട് അംഗീകരിക്കുന്നുവെങ്കിൽ ഇതും ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡായിട്ട് അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ. ഓക്കെ, ഇനി വചനപ്രകാരം ഇതിനെ ഒന്ന് പ്രൂവ് ചെയ്യണം. സ്തോത്രം. വീക്കിലി ശബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, 6ാമത്തെ ദിവസം കഴിഞ്ഞ് 7th ഡേക്ക് പറയുന്നതാണ് സബോത്ത് അല്ലെങ്കിൽ ശബത്ത് എന്ന് പറയുന്നത്. ഇവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം ചാപ്റ്റർ 19 വേഴ്സ് 31 എടുക്കുക. ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 31. ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 31. അന്ന് ഒരുക്കനാളും ആ ശബ്ബത്ത് നാൾ വലിയതും ആകൊണ്ട്, ഇവിടെ വലിയ ഒരിടത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ ശബത്ത് നാൾ വലിയതും ആകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിൽ ഇരിക്കരുതെന്ന് എന്ന് വെച്ച് അവിടെ കാൽ ഒടിച്ചെടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പിലാത്തോസിനോട് അപേക്ഷിച്ചു. ഇവിടെ യോഹന്നാൻ പറയാണ് അന്ന് ഒരുക്കനാൾ, പെസഹയ്ക്ക് ശബത്തിന് മുമ്പ് നടക്കുന്ന ദിവസത്തെയാണ് പറയുന്നത് ഒരുക്കനാള്. അന്ന് ഒരുക്കനാള് ആ ശബത്ത് വലിയതും. ഇംഗ്ലീഷിൽ വായിക്കുന്നത് Jews therefore, because it was the preparation that the body should not remain upon the cross on this Shabbat day, for that Shabbat day was a high day എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ശബത്ത് വീക്കിലി ശബത്താണോ അല്ലെങ്കിൽ
വേറെ ഏതെങ്കിലും ശബത്താണോ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കണം. നേരെ ലേവ്യ പുസ്തകത്തിലേക്ക് പോകണം. നിങ്ങളൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിച്ച് ഈ ചിത്രം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം PDF-ൽ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ചിന്തിക്കാൻ മനസ്സിലാകും. ലേവ്യ പുസ്തകം ചാപ്റ്റർ 23 എടുക്കാം. ലേവ്യ പുസ്തകം ചാപ്റ്റർ 23-ലാണ് ഉത്സവങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ വേഴ്സ് 3 തുടങ്ങി വായിക്കുന്നുള്ളൂ. 6 ദിവസം നിങ്ങൾ വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം, കൂടെ ഇടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്. അപ്പോൾ ലേവ്യ പുസ്തകത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ്, ഞാൻ എൻ്റെ ബുദ്ധിയോട് പറഞ്ഞല്ല. 7-ാം ദിവസത്തിന് വിളിക്കുന്നതാണ് ശബത്ത്. അന്ന് യാതൊരു വേലയും ചെയ്യരുത്, നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും അന്ന് അത് യഹോവയുടെ ശബത്താകും. ഇതന്നെ പറയുന്നതാണ് വീക്കിലി ശബത്ത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 6 ദിവസം കഴിഞ്ഞിട്ട് 7-ാം ദിവസത്തിന് പറയുന്ന പേരാണ് ശബത്ത് അല്ലെങ്കിൽ വീക്കിലി ശബത്ത് എന്ന് പറയുന്നത്. അതത് കാലത്ത് വിശുദ്ധ സഭായോഗം വിളിച്ചുകൊണ്ടിരുന്ന യഹോവയുടെ ഉത്സവങ്ങളാവിത്. 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത്. ഡ്യൂട്രോണമി അല്ലെങ്കിൽ ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിച്ചു, സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 3 മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നില്ല. ഇത് പെസഹയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. ഓക്കെ, ആ മാസം 15-ാം തീയതി, അപ്പോൾ പറഞ്ഞ് 14-ാം തീയതി സന്ധ്യാസമയത്ത് 14th ഡേ സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹയാണെങ്കിൽ ആ മാസം 15-ാം തീയതി സെയിം ഡേ, ഒരു ദിവസം അവസാനിക്കുന്ന സമയത്ത് 14th ഡേ അവസാനിക്കുന്ന സമയത്താണ് പെസഹ നടക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് നിഴലായിരിക്കുന്ന പെസഹ നടക്കുന്നത്. അന്ന് തന്നെ പറഞ്ഞത് 15-ാം തീയതി, ആ സന്ധ്യാസമയത്ത് തന്നെ 15-ാം തീയതി ആരംഭിച്ചു. ശരിക്കും മനസ്സിലാക്കുക, 14-ാം തീയതി സന്ധ്യാസമയം കഴിഞ്ഞാൽ 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. ആ സന്ധ്യാസമയത്താണ് യേശു ക്രിസ്തുവിന് നിഴലായിരിക്കുന്ന, അവന്റെ യാഗത്തിന് നിഴലായിരിക്കുന്ന പെസഹ നടക്കുന്നത്. അപ്പൊ ആ മാസം 15-ാം തീയതി യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. ഇതാണ് യോഹന്നാൻ പറയുന്ന ശബത്ത്. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ 15th ഡേ, അതായത് 14th ഡേ സന്ധ്യാസമയത്ത് ശബത്ത് കഴിഞ്ഞാൽ ഉടനെ 15th ഡേ ആരംഭിക്കുകയാണ്. ആ ഫസ്റ്റ് ഡേ ശബത്തായിരിക്കണം. അപ്പോൾ യേശു ക്രിസ്തു ആണ് ഈ ശബത്തിന്റെ ഒറിജിനൽ എങ്കിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം നടക്കുന്ന ആ സമയം തുടങ്ങി 15th ഡേ, അതായത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആരംഭിക്കുകയാണ്. ആ പെരുന്നാളിന്റെ 1-ാം ദിവസത്തെ 15th ഡേ വിശുദ്ധ സഭായോഗം കൂടെ ഇടുന്ന ദിവസമാണ്, ശബത്താണ്. അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. ഇത് ശരിക്കും മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ യോഹന്നാൻ 1931 പറയുന്ന ശബത്ത് എന്ന് പറയുന്നത് വീക്കിലി ശബത്തല്ല, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ 1-ാം മാസം 15-ാം തീയതിയുടെ ഫസ്റ്റ് ഡേയും അതിന്റെ ലാസ്റ്റ് ഡേയും 7th ഡേയും ശബത്ത് ആചരിക്കണം. അത് സാറ്റർഡേ ശബത്തല്ല. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. സാറ്റർഡേ ശബത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പല വ്യാജോപദേശങ്ങൾ വരുന്നത്. യോഹന്നാൻ മാത്രമേ അത് എഴുതിയിട്ടുള്ളൂ. അത് ആ ശബത്ത് വലിയതായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം വെഡ്നസ്ഡേ, നമ്മൾ അരിതമെറ്റിക് കാൽക്കുലേഷൻ കുറഞ്ഞുകൊണ്ട് പറഞ്ഞു, വെഡ്നസ്ഡേ സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ നടന്നുവെങ്കിൽ നെക്സ്റ്റ് ഡേ ഈ വലിയ ശബത്ത്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ വലിയ ശബത്താണ്. ആ യഹൂദ സ്ത്രീകളോ അല്ലെങ്കിൽ യഹൂദ കടക്കാർ തന്നെയും ഒരു സാധനങ്ങളും കട തുറക്കില്ല, ഒരു സാധനങ്ങളും പോലും വാങ്ങാൻ പോകുകയില്ല. യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പേ തന്നെ സഹോദരിയുമായി പോലുമേ സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങാൻ പോകില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ പൂശാൻ വേണ്ടിയിട്ട് അവരിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം ചാപ്റ്റർ 23 എടുക്കുക. ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സ് 54 എടുക്കണം. ലൂക്ക് ചാപ്റ്റർ 23 52 തുടങ്ങിയ വായിക്കുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യം. പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ 51 കൂടെ വായിക്കുക. അവൻ അവരുടെ 50 നിങ്ങൾക്ക് അറിയുന്ന കാര്യം, ആ ഇൻസ്റ്റൻസ് ഓർമ്മ വരാനാണ്.
ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സ് 50 ഓൺവേർഡ്സ് ഞാൻ വായിക്കുന്നത്. അരിമത്യ എന്നൊരു യഹൂദ പഠനക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തിൽ കാത്തിരുന്നവനുമായ യോസേഫ് എന്നൊരു മന്ത്രി, അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലായിരുന്നു. പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെട്ടിയിരുന്നതുമാരെ കല്ലറയിൽ വെച്ചു. ഇതെപ്പോഴും നടക്കുന്നത്? പാസ് ഓവർ നടന്നു, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും ആരംഭിച്ചു, വലിയ ശബത്ത് ആരംഭിച്ചു. അപ്പോൾ ആ പാസ് ഓവർ ഡേക്ക് പറയുന്നത് വലിയ ശബത്തിന് ഒരുക്കനാളായിരുന്നു. അന്ന് ഒരുക്കനാളായിരുന്നു, ശബത്തും ആരംഭിച്ചു. ഇത് വീക്കിലി ശബത്തല്ല, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ ഫസ്റ്റ് ഡേയിലെ ശബത്ത്. അപ്പൊ പാസ് ഓവർ ഡേക്കും ഈ വലിയ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ വലിയ ശബത്തിന്റെ ഒരുക്കനാളാണ് അവിടെ പറഞ്ഞിരിക്കുക. അന്ന് ഒരുക്കനാളായിരുന്നു, ശബത്തും ആരംഭിച്ചു. അപ്പൊ ശബത്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ യഹൂദ സ്ത്രീകളോ അല്ലെങ്കിൽ യഹൂദ കച്ചവടക്കാരത്തോ യാതൊരു കടകൾ തുറക്കുകയില്ല, യാതൊരു വ്യാപാരത്തിനോ കാര്യങ്ങൾക്ക് പോകുകയില്ല. ഗലീലിൽ നിന്ന് അവനോട് കൂടെ പോകുന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവന്റെ ശരീരവും വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി. എപ്പോഴാ? അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ഡേ കിട്ടുകയാണ്. നമുക്ക് ആ പിക്ചറിലേക്ക് പോകാം. ഇതുകൂടെ ഒന്നുകൂടി വായിച്ചിട്ട് പോയാൽ മതി. ഗലീലയിൽ നിന്ന് അവരോട് കൂടെ പോകുന്ന സ്ത്രീകൾ പിന്നാലെ ചെന്ന് കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. ശബത്തിൽ സ്വസ്ഥമായിരുന്നു. ആ പിക്ചറിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പാസ് ഓവർ നടക്കുന്ന സമയത്ത്, അതായത് വെഡ്നസ്ഡേ സൂര്യൻ അസ്തമി സമയത്ത് യേശുക്രിസ്തുവിന്റെ ശരീരയാഗം നടക്കുന്നു, പാസ് ഓവർ നടക്കുന്നു. ആ മൂവ്മെന്റിൽ തന്നെ അത് ഒരുക്കനാളായിരുന്നു, ശബത്തും ആരംഭിച്ചിരുന്നു. ആ സമയത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രീതിയിൽ പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാളിന്റെ ഫസ്റ്റ് ഡേ ശബത്ത് ഡേയില് യഹൂദ സ്ത്രീകൾക്ക് സുഗന്ധദ്രവ്യം വാങ്ങാൻ കിട്ടുകയില്ല, ഒരു കടകൾ തുറക്കുകയില്ല. തുറന്നാൽ തന്നെയും യഹൂദ ഭക്തരായ സ്ത്രീകൾ ഒരിക്കലും പോയി സുഗന്ധദ്രവ്യം വാങ്ങാൻ പോകുകയില്ല. ലീബിനാമൻ മരിക്കുന്നതിന് മുമ്പേ വാങ്ങി വെക്കുകയോ? അത് ചെയ്യില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ഡേ ഉണ്ടാവണം, കടകൾ തുറക്കുന്ന ഒരു ദിവസം ഉണ്ടാകണം. ആ ദിവസം അവർ പോയി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. പിന്നെ പറഞ്ഞത് കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. ഇതാണ് വീക്കിലി ശബത്ത് എന്ന് പറയുന്നത്, സാറ്റർഡേ ശബത്ത് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്താ പറഞ്ഞ? പിക്ചർ കാണുന്നില്ല. പിക്ചർ കാണുന്നില്ല. വീഡിയോ കാണുന്നുണ്ടോ? വീഡിയോ എന്തെങ്കിലും കാണുന്നുണ്ടോ? പാസ്റ്ററിനെ മാത്രം കാണാം. സോറി, ഷെയർ ചെയ്തില്ലായിരുന്നു. അപ്പം ഇത്ര നേരം ആരും പറഞ്ഞില്ല. ഇപ്പോൾ കാണാമോ? ഇപ്പോൾ കാണാമോ? കാണാം പാസ്റ്ററെ, കാണാം. ഓക്കെ ഓക്കെ. നൗ ഐ വിൽ റിപ്പീറ്റ് സംതിങ് ഫ്രം ദ സ്റ്റാർട്ടിങ്. ഓക്കെ, ആരംഭത്തിൽ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ അരിതമാറ്റിക് ആയിട്ട് ഒന്നുകൂടി ഒന്ന് സിമ്പിളായിട്ട് ഒരു സിമ്പിൾ അരിതമാറ്റിക് കാൽക്കുലേഷൻ യേശു ക്രിസ്തു പറഞ്ഞത്. മത്തായി സുവിശേഷം ചിത്രം നിങ്ങൾ കാണാതിരുന്നു കൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. യോനയുടെ ഉപമ പറഞ്ഞുകൊണ്ട്, യോന കടലാരിയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 3 രാവും 3 പകലിരിക്കും. നമ്മൾ മാർക്കോസിന്റെ സുവിശേഷം ചാപ്റ്റർ 16 വേഴ്സ് 19 നമ്മൾ വായിക്കുന്നത്, ഫസ്റ്റ് ഡേ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ സഹോദരിമാർ കല്ലറയ്ക്ക് ചെന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഡേ ഓഫ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസിന് നമ്മൾ പറയുന്ന പോലെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെഡ്നസ്ഡേ ഇല്ല. ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്, സെക്കൻഡ് ഡേ ഓഫ് ദ വീക്ക്, തേർഡ് ഡേ ഓഫ് ദ വീക്ക്, ഫോർത്ത് ഡേ, ഫിഫ്ത്ത് ഡേ, സിക്സ്ത് ഡേ, ദെൻ സെവൻത്ത് ഡേക്ക് പറയുന്ന പേര്. ഒരു ഡേക്ക് മാത്രം അവർക്ക് പേരുള്ള ശബോത്ത്. ഹീബ്രു ആണെങ്കിൽ ശബോത്ത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ശബത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 3 രാവും 3 പകലും എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്ത് ഡ്യൂട്ടോണമി ചാപ്റ്റർ 16 വേഴ്സ് 6 അനുസരിച്ചുകൊണ്ട് സന്ധ്യാസമയത്താണ് പെസഹ നടക്കുന്നത്, സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് സ്റ്റാർട്ട് ചെയ്തത് സാറ്റർഡേയുടെ സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ തുടങ്ങി, സൺഡേയുടെ സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ. അപ്പോൾ സാറ്റർഡേ ഈവനിങ് തുടങ്ങി നമ്മൾ 3 രാവും 3 പകലും കൂട്ടിക്കഴിഞ്ഞാൽ സാറ്റർഡേ ഈവനിങ്, സാറ്റർഡേ ഡേ, then Friday night, then Friday day, Thursday night, then Thursday,
ഡേ ദെൻ വെഡ്നസ്ഡേ നൈറ്റ്, ദെൻ സിമ്പിൾ അരിതമാറ്റിക് കാൽക്കുലേഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഗുഡ് ഫ്രൈഡേ അല്ല, ഗുഡ് വെഡ്നസ്ഡേ ആണ്. ഇത് അപ്പസ്തോലന്മാരോ ഞങ്ങളാരും പറയുന്നതല്ല, യേശു ക്രിസ്തു വരെ തിരുവായും മൊഴിയായിട്ട് പറഞ്ഞതാണ്. യോന കടലാരിയുടെ വയറ്റിൽ 3 രാവ് 3 പകൽ വിരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 3 രാവ് 3 പകൽ വിരിക്കണം. അത് കറക്റ്റായിട്ട് പാസ്ഓവർ നടക്കേണ്ടത് ഡ്യൂട്രോണമി ചാപ്റ്റർ 16:6 അനുസരിച്ചുകൊണ്ട് സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ. 3 മണിക്ക് ഉള്ളവരുണ്ട്, 12 മണിക്കുള്ളവരുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന ഒരു ഐഡിയ ഇല്ല. പോട്ടെ, നിങ്ങൾക്ക് ചിത്രം കിട്ടിയല്ലോ. ഹല്ലേലൂയ. ഇനി നമ്മൾ ദൈവവചനമനുസരിച്ച് കൊണ്ട് പ്രൂവ് ചെയ്യാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം ചാപ്റ്റർ 19:31 പറഞ്ഞിരിക്കുന്നത് അത് ഒരുക്ക നാളും ശബത്തും ആരംഭിച്ചിരുന്നു. അതുപോലെ ലൂക്കോസ് ചാപ്റ്റർ 23:54 തുടങ്ങി വായിക്കുകയാണെങ്കിൽ, 50 തുടങ്ങി നമ്മൾ വായിക്കുകയാണെങ്കിൽ ആരംഭത്തിക്കാരാണ് യോസഫ് പിലാത്തോസിന് അടുക്കത്ത് ശരീരം ചോദിക്കുന്നതും ശീലയിൽ പൊതിഞ്ഞ് കല്ലറയിൽ വയ്ക്കുന്നതും സഹോദരിമാരെല്ലാം കണ്ടിട്ട് ശബത്ത് അവിടെ ആരംഭിച്ചിരുന്നു. അന്ന് ഒരുക്ക നാളും ശബത്തും ആരംഭിച്ചിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ സഹോദരിമാർക്ക് സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങാൻ അവസരം കിട്ടില്ല. ആ ഒരു യഹൂദ ഭക്തരായ ദൈവഭക്തരായ ആരും വരും തന്നെ ശബത്തിൽ ഉത്സാഹം വാങ്ങാൻ പോകുകയില്ല, കടകൾ തുറക്കുകയില്ല. അപ്പോൾ ആ പാസ് ഓവർ കഴിയുന്ന മൂമെന്റ് തന്നെ ശബത്ത് ആരംഭിക്കുന്നതുകൊണ്ട് അവർ വാങ്ങുന്നില്ല. എന്നാൽ ലൂക്കോസ് ചാപ്റ്റർ 23:52 പറയുന്നത് സുഗന്ധദ്രവ്യം വാങ്ങി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ ശബത്തിന് ശേഷം ഒരു ഫ്രീ ഡേ അവർക്ക് സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങാൻ സമയം കിട്ടി. അതാണ് ഫ്രൈഡേ എന്ന് പറയുന്നത്. അപ്പോൾ വെഡ്നസ്ഡേ ഈവനിങ് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് പാസ് ഓവർ അല്ലെങ്കിൽ കർത്താവിന്റെ ക്രൂശീകരണം നടന്നു. വെഡ്നസ്ഡേ നൈറ്റും തേഴ്സ്ഡേയും കൂടെ 1 ഡേ, അത് വലിയ ശബത്തിന്റെ ദിവസമായിരുന്നു. പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാളിന്റെ ഫസ്റ്റ് ഡേ ശബത്ത്. ദെൻ ഫ്രൈഡേ എന്ന ദിവസം അവർ ഫ്രീ ഡേ ആണ്. അവർ സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി കൽപ്പന അനുസരിച്ച് വീക്കിലി ശബത്തിന്റെ കൽപ്പന അനുസരിച്ച് സ്വസ്ഥമായിരുന്നു. വീക്കിലി ശബത്തിന്റെ കൽപ്പന അനുസരിച്ച് സ്വസ്ഥമായിരുന്നു. പിന്നീട് അവർ ഫസ്റ്റ് ഡേ ഓഫ് ദി വീക്കിന്റെ നേരം വെളുക്കുമ്പോഴാണ് അവർ കല്ലറയ്ക്ക് ചെല്ലുന്നത്. അവിടെ ഓൾറെഡി കല്ല് ഉരുട്ടി മാറ്റിയിരുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത് സാറ്റർഡേ മിഡ് നൈറ്റിലല്ല, സാറ്റർഡേ സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ. എന്ന് പറഞ്ഞാൽ മാത്രമേ ദൈവവചനവും സിമ്പിൾ അരിതമെറ്റിക് കാൽക്കുലേഷനും ഒത്തുവരികയുള്ളൂ. ഇനി നിങ്ങൾ വചനം എടുത്ത് വായിക്കുകയാണെങ്കിൽ 6 മണി നേരം തുടങ്ങി 9 മണി നേരം വരെ എന്നൊക്കെയുണ്ട്. അവര് ഈ ക്ലോക്ക് ഒന്നും നോക്കാം. യഹൂദന്മാര് ഈ ശബത്തിന് അല്ലെങ്കിൽ യാമങ്ങളായിട്ട് ഒരു ദിവസത്തെ പകൽസിന് 4 യാമങ്ങളും രാത്രിക്ക് 4 യാമങ്ങളും. നമ്മൾ പാട്ട് പാടാറുണ്ടോ? കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കല് 4-ാം യാമത്തിൽ ഇറങ്ങി വന്നു. ഇത് പല രീതിയിലും പറയാനുണ്ട്. 9 മണി 6 മണി എന്നൊക്കെ പറഞ്ഞാൽ സന്ധ്യാസമയമാണ് അവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സന്ധ്യാസമയത്ത് 6 മണിക്ക് കൂട്ടിക്കോളൂ. 6 to 9 നൈറ്റില് സന്ധ്യക്ക് 6 മണി തുടങ്ങി 9 മണി നേരത്തിന് ഫസ്റ്റ് യാമം, മലയാളത്തിൽ പറയുന്നത് യാമം. ദെൻ 9 തുടങ്ങി 12 വരെ 2-ാമത്തെ യാമം, 3-ാം യാമം, 4-ാം യാമം എന്ന് പറയുന്ന നേരം വെളുക്കാറാകുമ്പോൾ. വെളുപ്പിന് 3 മണി തുടങ്ങി 6 മണിക്ക് ഈ സമയത്താണ് ശിഷ്യന്മാരുടെ അടുത്ത് കർത്താവ് വരുന്നത്. കടലില് തിരമാലകളെ വലഞ്ഞ സമയത്ത്. ഇവിടെ തന്നെ 6-ാം മണി 4-ാം മണി കഴിയുമ്പോൾ പിന്നെ ചില കാൽക്കുലേഷനിൽ 5-ാം മണി എന്ന് പറയും. മണിക്കൂറിൽ അവറല്ല, ഈ യാമങ്ങളെയാണ് അവിടെ പറയുന്നത്. 5-ാം മണി, 6-ാം മണി, 6-ാം മണി, 7-ാം മണി, 8-ാം മണി, 9-ാം മണി എന്ന് പറയുമ്പോൾ ഇവിടെ വരും. 9-ാം മണി ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 6-ാം മണി തുടങ്ങി 9-ാം മണി വരെ എന്ന് പറയുമ്പോൾ 6 തുടങ്ങി ഉച്ചയ്ക്ക് 12 മണി തുടങ്ങി സന്ധ്യയ്ക്ക് 9-ാം മണി വരുന്നേക്കും 9-ാം യാമം അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം വരേക്കും ദേശത്തൊക്കെ ഇരുട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അതിമഹത്തായ പല കാര്യങ്ങളും നടന്നു. ഇത് പലവരും അംഗീകരിക്കുന്നില്ല. യേശുവിൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുന്ന സമയത്ത് അവൻ്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോകേണ്ടി വന്നു. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 3 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങൾ, 116 സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യങ്ങൾ, അതിപ്പോൾ തന്നെ സംഗീതത്തിൻ്റെ 16-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം, ഹീബ്രു ചാപ്റ്റർ 7:7, ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ആമേൻ കർത്താവിൻ്റെ പ്രാണനും ആത്മാവും അതിൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ മനുഷ്യൻ്റെ പ്രാണനിലാണ് പാപം ആരംഭിച്ചത്. മോഹം ഗർഭം ധരിക്കുന്നത് പ്രാണനിലാണ്. ആ പ്രാണന്റെ നിർദ്ദേശത്തിനനുസരിച്ചാണ്
ഫിസിക്കൽ സിൻ ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുന്ന സമയത്ത്, അതായത് 6 മണി മുതൽ 9 മണി വരയ്ക്കും അവൻ്റെ പ്രാണനും ആത്മാ പാതാളത്തിൽ പോവുകയും കഷ്ടം അനുഭവിക്കുകയും ചെയ്തു. പരിശുദ്ധനെ പാതാളത്തിൽ കൈവിടുകയില്ല എന്ന് പറഞ്ഞ് അബാൻഡൻ ചെയ്യുകയില്ല, പാതാളത്തിൽ പോവുകയില്ലെന്നല്ല. അവിടെ നിന്നാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2:34 വായിച്ചു കഴിഞ്ഞാൽ മരണപാശങ്ങളെ അഴിച്ചിട്ട്, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവർ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഇതെല്ലാം വെറും കഥ പറയുന്നതല്ല. ഞാനിതെല്ലാം പല പ്രാവശ്യം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഈ മരണദൂതനോട് പോരാടിയിട്ടുണ്ട്, പാതാള വേദന അനുഭവിച്ചിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല, ഇതെല്ലാം വാസ്തവമാണ്. ദാവീദ് സങ്കീർത്തനം എഴുതുന്നത് വെറുതെ ചൊല്ലിക്കൊടുത്തിട്ട് എന്നല്ല, ദാവീദ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടാണ് 18-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ഇതാണ് 6 മണി മുതൽ 9 മണി വരെ സംഭവിക്കുന്നത്. സ്തോത്രം. ആ 9 മണി എന്ന് പറയുമ്പോൾ സന്ധ്യാസമയം 6 മണി, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്. അപ്പോഴാണ് എല്ലാം നിവൃത്തിയായി എന്ന് കണ്ട് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ക്ലാരിഫൈ ചെയ്യുന്നു, ഗുഡ് ഫ്രൈഡേ അല്ല, ഗുഡ് വെഡ്നസ്ഡേ ആണ്. ഈസ്റ്റർ സൺഡേ അല്ല, ഈസ്റ്റർ സാറ്റർഡേ ആണ്. ഈസ്റ്റർ എന്ന വാക്ക് ബൈബിളിലില്ല. കിങ് ജെയിംസ് വെർഷനിൽ മാത്രം ഈസ്റ്റർ ഉണ്ട്. ഇതൊന്നും 1-ാം നൂറ്റാണ്ടിലില്ലായിരുന്നു. ഇനി കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇതങ്ങ് ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് പ്രസാദിക്കുമോ ഇല്ലയോ? നമുക്ക് ശമൂവേലിൻ്റെ പുസ്തകം എടുക്കാം. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 16. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 16 വേഴ്സ് 22. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അനുസരിക്കുന്നത് ഇപ്പം നിങ്ങളെല്ലാവരും പറയും. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 16 വേഴ്സ് 22. സോറി, chapter 15. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും അനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളെ ബേദസിനേക്കാളും നല്ലത്. കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഗുഡ് ഫ്രൈഡേക്ക് ക്രൂശിൽ ഫിലിപ്പീൻസിലെല്ലാം ലൈവായിട്ട് പിള്ളേർ ക്രൂശിൽ ആണിയടിച്ച് കിടക്കും. ലൈവായിട്ട് മലയാറ്റൂർ മലയ്ക്ക് പോയത് കൊണ്ടപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തൃശ്ശൂർ ഈ ഹൈവേയിൽ 545 ഹൈവേയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ 50 പേരെങ്കിലും കാവ്യ വസ്ത്രം എടുത്തുകൊണ്ട്, എനിക്ക് അതിശയം തോന്നി, ശബരിമലയ്ക്ക് പോകുന്നത് പകരം കാവ്യ വസ്ത്രം എടുത്തുകൊണ്ട് നടന്ന്, ചെരുപ്പില്ലാതെ നടന്ന് മലയാറ്റൂർക്ക് പോകുന്നു. ഇതും കത്തോലിക്കര് കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞ് ചെയ്യുന്നതൊക്കെയും ഒന്ന് തന്നെയാണ്. ഇനി ഇത് പറഞ്ഞുകൊണ്ട് പെന്തിക്കോസ്ത് ഗോളത്തിലും ചില ഈ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ പോകുന്നു. നിങ്ങളുടെ ആരുടെയും ഹൃദയത്തിൽ അവർ ചെയ്യുന്നത് നല്ലതല്ലയോ? എനിക്കത് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ചോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവരും ദൈവത്തിൻ്റെ വചനമല്ലേ അനുസരിക്കുന്നത്. ഇന്ന് കത്തോലിക്കർ വചനം പറയുന്നുണ്ട്. ഞാൻ അവിടെ കേട്ട പള്ളിയിൽ വലിയ ശക്തമായ പ്രസംഗങ്ങൾ. നമ്മൾ കർത്തമേശയ്ക്ക് പാടുന്ന പാട്ട് അതിശയിച്ചു പോയി. ഇതൊന്നും ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലായിരുന്നു. ഈ പോട്ടയിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരെ ഞാൻ താമസിക്കുന്നത്. ഈ കത്തോലിക്കിന് ഈ വചനമൊക്കെ എവിടുന്ന് ആരംഭിച്ചു എന്നും എന്താണ് ഈ വചനമൊക്കെ എടുക്കാനുള്ള കാരണത്തിൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും എനിക്കറിയാം. നായിക്കാമ്പറമ്പിൽ അച്ഛൻ ആരംഭിച്ച പണിയാണ്. അപ്പം നായിക്കാമ്പറമ്പിൽ അച്ഛനിൽ കൂടെ ജനം ദൈവവചനത്തിന് വേണ്ടി ദാഹിച്ച് കടന്നു വന്നപ്പോൾ അന്ന് ഇരിഞ്ഞാലക്കുട രൂപതയുടെ ബിഷപ്പായിരുന്നു ജെയിംസ് പഴയാറ്റിൽ. അങ്ങോട്ട് ഉപയോഗിച്ചൊരു തന്ത്രമാണ്. കാരണം ജനം ദൈവവചനം കേൾക്കുകയും സൗഖ്യം പ്രാപിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ ഉപയോഗിച്ച സ്പിരിറ്റ് വേറെ, പക്ഷെ ദൈവവചനത്തിലേക്ക് ആകർഷണം വന്നപ്പോൾ അതിന് പുറകിൽ നിങ്ങളറിയാലോ, പോട്ടയുടെ എല്ലാ കാര്യങ്ങളുടെ പുറകിൽ ഒരു ചുമന്ന മേലെങ്കിൽ ധരിച്ചുകൊണ്ട് ഒരു പുള്ളിക്കാരൻ താടിമിശക്കാരനുണ്ട്. താമൂസിനെ കൊണ്ടുപോയി വെച്ചു. അതിനുവേണ്ടിയായി ഗുഡ് ഫ്രൈഡേ കൊടുത്ത് കാലും ചാടി ചെരുപ്പിലൂടെ മലയാറ്റൂർക്ക് പോകുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് വരുന്ന ആരും ചിന്തിച്ച് മുന്നേറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഗുഡ് ഫ്രൈഡേ അല്ല, ഗുഡ് വെഡ്നസ്ഡേ ആണ്. ഇനി കർത്താവോ അപ്പോസ്തലന്മാരോ ഈ കാര്യം ആചരിക്കാൻ
പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഫിസിക്കലായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം, ഇറ്റ്സ് എ ഫിസിക്കൽ തിങ്. രണ്ട്, അവൻ്റെ കഷ്ടപ്പാടിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കർത്തൃമേശ. ഇതല്ലാതെ രണ്ട് കാര്യങ്ങൾ ഫിസിക്കലായിട്ട് ചെയ്യാൻ പറയാതെ പാദ ശുശ്രൂഷ, പാദം കഴുകലോ, ജാനൂസ് ദേവന്റെ പെരുന്നാൾ ആഘോഷിക്കാനോ, രാത്രിയിൽ 12 മണിക്ക് ലൈറ്റും കത്തിച്ചിട്ട് അതുവരെ ലൈറ്റ് ഓഫ് ചെയ്തിടും, ലൈറ്റ് കത്തിച്ചിട്ട് പുറകോട്ട് നോക്കി ഒരു സാക്ഷ്യം, മുന്നോട്ട് നോക്കി സാക്ഷ്യം പറയാനോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്താണ്? ഈ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് കടന്നു വരുന്ന കാര്യങ്ങളെ 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാർ ചോപ്പ് ചെയ്തു, അതുകൊണ്ടൊന്നും കടന്നു വന്നില്ല. അപ്പസ്തോലന്മാർ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ് നിങ്ങളുടെ മരണത്തെക്കുറിച്ചൊന്നും ഓർക്കിക്കാത്തത് എന്തുകൊണ്ട്? അയ്യോ പത്രോസേ, അല്ലെങ്കിൽ പോളിനെ വിളിച്ചപ്പോൾ പോളിനോടും പറഞ്ഞില്ല, അതിപ്പോൾ യോഹന്നാനോടും പറഞ്ഞില്ല. അപ്പോൾ ഇതെല്ലാം കാലഘട്ടത്തിന്, ഈ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് കൊണ്ട് ദൈവസഭയ്ക്കകത്ത് കടന്നു വന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യൻഡത്തിൽ കടന്നു വന്ന നുഴഞ്ഞു കയറ്റങ്ങളാണ്. ആരുടെങ്കിലും ഹൃദയത്തിൽ അനുകൂലമുണ്ടെങ്കിൽ അതങ്ങ് ചോപ്പ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് ഞാൻ PDF ഫയൽ അയക്കുന്നുണ്ട്. ഇംഗ്ലീഷിലാണ്, സിമ്പിളായിട്ട് ഇംഗ്ലീഷാണ്. എന്തോ എങ്ങനെയാണ് യാമങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പലയിടത്തും 6-ാം മണി, 9-ാം മണി, അല്ലെങ്കിൽ 4-ാം യാമം, അങ്ങനെയുള്ള വേർഡ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യം വളരെ ക്ലിയർ പിക്ചറായിട്ട് കിട്ടും. ദൈവ ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ സ്നേഹത്തിനായി കരുതനായി സ്തോത്രം കർത്താവ്. ഈ അന്യ ആരാധനകൾ വ്യാജമായിട്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവേ, ഇതെല്ലാം നടക്കുന്ന സമയത്ത് നിന്റെ അവകാശത്തെ പരിപാലിക്കുന്നതിലും മടുത്തു പോകുന്നില്ല. ആരുടെയെങ്കിലും ഹൃദയത്തെ അതിനോട് ചായ്വ് കടന്നു വന്നിട്ടെങ്കിൽ നിന്റെ ആത്മാവിനെ കർത്താവിടപ്പെട്ട് അവർ നിനക്കായി വേർതിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവർ, അത് കർത്താവ് ഗർഭം മുതൽ വഹിക്കപ്പെട്ട നിന്റെ ജനത്തെ ഇന്നും പരിപാലിപ്പാൻ നീ വിശ്വസ്തരായിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു.